ഹലോ, എല്ലാവരും ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള പൂക്കളം കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ മിഡിലായിട്ട് ഞാനൊരു തൃക്കാക്കരപ്പൻ്റെ മിനിയേച്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തൃക്കാക്കരപ്പൻ മാത്രമല്ല, ഞാനൊരു മിനി സദ്യ മിനിയേച്ചർ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഉണ്ടാക്കണ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് ടെറാക്കോട്ടയുടെ കളറിലുള്ള എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. ആദ്യം തന്നെ ഒരു ബോൾ സൈസ് ക്ലേ എടുത്തിട്ട് അതൊന്ന് നീളത്തിൽ പരത്തി എടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് പരത്തണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ലേ ഇങ്ങനെ പരത്തുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നല്ല സർഫസിലിട്ട് ചെയ്യരുത്. ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ ഷീറ്റൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ താഴെ ഒട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിത് നല്ല തിന്നായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാനും ഒക്കെ എളുപ്പമായിരിക്കും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നീളത്തിൽ പരത്തി കഴിഞ്ഞിട്ട് ഒരു സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കൊരു വാഴയിലയുടെ ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് വാഴയിലുള്ള ടെക്സ്ചേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്ലേ മോഡലിംഗ് ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് ഒരു ലൈൻ നടുക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈൻ എന്ന് പറഞ്ഞാൽ കൂർത്ത ലൈനല്ല, ഒന്ന് കേർഡായിട്ടുള്ള ലൈനാണ് കേട്ടോ. അപ്പോൾ ആ ലൈൻ ഇട്ട് കൊടുത്തിട്ട് സൈഡിലും വാഴയിലയിൽ കാണുന്ന പോലെയുള്ള ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മുടെ വാഴയിലയുടെ ഒരു ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. വാഴയില റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കാനായിട്ടുള്ള ഇതുപോലെ നൈഫ്, തെർമോക്കോൾ കട്ട് ചെയ്യുന്ന നൈഫൊക്കെ ഇല്ലേ, അതുപോലത്തെ ഉള്ള നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പറയാണ്. പറ നിറച്ച് നെല്ലിരിക്കുന്ന പോലെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ബോൾ സൈസ് ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ക്ലേ നമ്മൾ ഒരു സെപ്പറേറ്റ് ബോക്സിൽ എപ്പോഴും അടച്ച് വേണം സൂക്ഷിക്കാനായിട്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ പുറത്തേക്ക് എടുക്കാവുള്ളൂ. എയർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും കേട്ടോ. അങ്ങനെ ഒരു ബോൾ എടുത്തതിന് ശേഷം പേനയോ പെൻസിലിൻ്റെയൊക്കെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് അതിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡ്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ഒരു പാത്രം പോലെ ആക്കിയെടുക്കുക. പറയുടെ ഷേപ്പ് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രം പോലെ ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വീണ്ടും കുറച്ച് വെറുതെ ക്ലേ വയ്ക്കുക. എന്നിട്ട് അതിന് മുകളിൽ കത്രിക വെച്ച് ഇതുപോലെ ടെക്സ്ചേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു നെല്ലിരിക്കുന്ന പോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സൈഡ്സിൽ ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പറയിലൊക്കെ കാണുന്ന പോലെ. ഇപ്പോൾ ശരിക്കും നമ്മുടെ പറ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ക്ലേയിൽ ക്രാക്കോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതെ വരികയൊക്കെ ചെയ്യണ സമയത്ത് ചെറുതായിട്ട് വെള്ളം നനച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് തൃക്കാക്കരപ്പൻ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള വാഴയിലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തൃക്കാക്കരപ്പനാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട്, നീളത്തിൽ ഉരുട്ടിയിട്ട് അതിൻ്റെ സൈഡ്സ് ഇങ്ങനെ പിടിച്ച് 4 സൈഡ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ 3 സൈസിലുള്ള തൃക്കാക്കരപ്പൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് വേറെ ഒരു ബേസിലേക്കൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അവിടെ നൈഫ് വെച്ചിട്ട് ഒന്ന് കോരിയിട്ടതിന് ശേഷം, നമ്മൾ ടൈലൊക്കെ സിമെൻറ്റ് വെച്ച് പതിപ്പിക്കുമ്പോൾ ഒരു കോറലിട്ട് കൊടുത്തിട്ടല്ലേ പതിപ്പിക്കുക, അതുപോലെ തന്നെയാണ് ക്ലേയിലും. അങ്ങനെ തന്നെ ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഫിക്സ് ചെയ്യേണ്ട സാധനം വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ്സ് ഇങ്ങനെ എന്തെങ്കിലും നൈഫോ കയ്യോ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡായി കൊടുത്താൽ ആ ബേസിൽ അത് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഈ ബേസിൽ വീണ്ടും ലൈൻസ് ഇട്ട് കൊടുക്കണമെങ്കിൽ ചെയ്യാം. ഞാൻ പക്ഷെ അതൊന്ന് കവറപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ലൈൻസ് ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നീളത്തിൽ വീണ്ടും ക്ലേ ഉരുട്ടി എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിൽ കുറച്ച് ഇംപ്രഷൻസ് ഇതുപോലെ കത്രിക വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തൃക്കാക്കരപ്പൻ വാഴയിലയിൽ ഇരിക്കുന്ന ഒരു രൂപം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാനേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് മിനി സദ്യയും കൂടി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത്തിരി കൂടി വലിയ വാഴയിലയാണ് ഞാൻ ചെയ്യുന്നത്. നേരത്തെ യൂസ് ചെയ്ത് സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വാഴയിലയും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വാഴയിലയിൽ ചെറിയ ഒരു മിസ്റ്റേക്കൊക്കെ, അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല, ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റിയാലും കുഴപ്പമില്ല. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അതിനൊരു നാച്ചുറാലിറ്റി കൂടുകയാണ് ചെയ്യുക, ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത്. പെയിൻറ്റിങ്ങിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശരിക്കുള്ള ക്ലേ മോഡലിങ്ങിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്. ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ വാഴയില ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും കറികളൊക്കെ വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ ഒരു വലിയ ബോൾ എടുത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ വെച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലും ഇംപ്രഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സിസേഴ്സ് വെച്ചിട്ട്. ഇനി നമുക്കൊരു പപ്പടം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഉപ്പേരിയും ശർക്കര വരട്ടിയും അതുപോലെ പഴവും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറികളും ചോറ് വെച്ച് അതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ പറ്റാത്ത ഷേപ്സ് ഉണ്ടാവും. അതുപോലെ പപ്പടമൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ, ഫെവിക്കോൾ വെച്ചാണെങ്കിലും. അങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് പപ്പടവും ഉപ്പേരിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറികൾ നേരത്തെ ചോറ് വെച്ച പോലെ വെച്ചിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ച് വെക്കുക. നമ്മൾ ആദ്യം തന്നെ വിചാരിക്കുക ഏതൊക്കെ കറിയാണ് നമ്മൾക്ക് വെക്കേണ്ടതെന്ന്. അങ്ങനെ വിചാരിച്ചിട്ട് അത്രയും കറികൾക്കുള്ള സൈസ് പോലെ വെക്കുക. അതായത് ഇപ്പോൾ അവിയലൊക്കെ ആണെങ്കിൽ കൂടുതലുണ്ടാവും, അച്ചാറാണെങ്കിൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വെക്കുക കറികളൊക്കെ. എന്നിട്ട് അതിലും നമ്മൾ ടെക്സ്ചർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കപ്പിൽ പായസം കൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സദ്യയുടെ രൂപം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു വിളക്കും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 2 പാത്രം പോലെ ചെയ്തതിന് ശേഷം നടുക്കൊരു കമ്പ് പോലെയാണ് ആക്കി കൊടുക്കുന്നത്. ഈ കമ്പിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു വയറ് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിളക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് വളയാതിരിക്കാനൊക്കെയാണ് ഈ ഒരു കമ്പ് കുത്തി കൊടുക്കുന്നത് കേട്ടോ. തൃക്കാക്കരപ്പൻ ഉണ്ടാക്കുമ്പോഴും നമുക്ക് നേരെ നിൽക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ കമ്പി വെച്ചിട്ട് അതും സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നേരെ വെർട്ടിക്കലായിട്ട് നിർത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കമ്പിയോ സ്ട്രോയോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താം. ഇതിപ്പോൾ കുഞ്ഞിതായതുകൊണ്ട് നമുക്ക് സ്ട്രോ ഒന്നും വെക്കാൻ പറ്റില്ല. വലിയ രൂപങ്ങളൊക്കെ ആണെങ്കിൽ സ്ട്രോ ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താം. അങ്ങനെ ഞാൻ വിളക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടാണ് പെയിൻറ്റിങ്ങിൽ വേണം നമ്മൾ ഒറിജിനാലിറ്റി വരുത്താനായിട്ട്. പെയിൻറ്റ് ചെയ്യണ സമയത്ത് ആദ്യം തന്നെ നമ്മൾ ബേസ് കോട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിപ്പോൾ ഡാർക്ക് കളർ ക്ലേ അല്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് കളർ യെല്ലോ വൈറ്റ് ഒക്കെ ഇതിന് മുകളിൽ കൊടുക്കുന്ന സമയത്ത് അടിയിലുള്ള ക്ലേയുടെ കളർ എടുത്ത് കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് കളർ വെച്ചിട്ട് എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. താഴ്ഭാഗവും മോൾ ഭാഗവും ഒക്കെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ലെയേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ. വൈറ്റ് കളറൊക്കെ ഉണങ്ങിയതിന് ശേഷം ക്ലേ മുഴുവനായിട്ട് ഉണങ്ങണമെന്നില്ല കേട്ടോ പെയിൻറ്റ് ചെയ്യാനായിട്ട്. കുറച്ച് സമയം വെക്കുമ്പോഴേക്കും ക്ലേയുടെ കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങും, ഡ്രൈ ആയിട്ട് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പെയിൻറ്റ് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത് പെയിൻറ്റ് ചെയ്യണ സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ക്ലേ ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് അതിൻ്റെ ഒപ്പം വരും. അപ്പോൾ പെയിൻറ്റിൻ്റെ കൂടെ ക്ലേ അലിഞ്ഞ് ചേരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അധികം വെള്ളം ചേർക്കാതിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വിളക്കൊന്ന് ഗോൾഡൻ കളർ അടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സദ്യക്കും പറയ്ക്കും ഒക്കെ നമ്മൾ പെയിൻറ്റ് അടിച്ച് കൊടുക്കുക. ഇതിൻ്റെ പുറകിലായിട്ട് ചെറിയ മാഗ്നറ്റ് കൂടി ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആയിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.